നമസ്കാരം, തുല്യത ലാബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് +2 ഇക്കണോമിക്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇതിന് മുൻപത്തെ 2 വീഡിയോകൾ, അതായത് മൂന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഓൾറെഡി ചാനലിലുണ്ട്, കാണാൻ മറക്കരുത്. ഇതിൻ്റെ തുടർച്ചയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. തുടർച്ചയായിട്ട് കാണുക, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ മാർച്ചിൽ റെഗുലർ സ്റ്റുഡൻസിൻ്റെ, അതായത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷ കഴിഞ്ഞു. എക്കണോമിക്സ് വളരെ അധികം ബുദ്ധിമുട്ടായിരുന്നു എന്ന കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. കാരണം +1 പഠിച്ച പോലെയുള്ള കാര്യങ്ങളല്ല +2 എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരിക്കൽ മാത്രം നമ്മൾ വായിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ മറന്നു പോകാൻ സാധ്യതയുള്ള തരത്തിലുള്ള തിയറികളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞു, മൂന്നാമത്തെ ചാപ്റ്ററിലെ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്ന ഭാഗമാണ്. തോതനുസരിച്ചുള്ള പ്രത്യായം അല്ലെങ്കിൽ തോതനുസരിച്ചുള്ള ആദായം എന്നാണ് ഇതിൻ്റെ മലയാളം. തോതനുസരിച്ചുള്ള ആദായം അല്ലെങ്കിൽ തോതനുസരിച്ചുള്ള പ്രത്യായം എന്നത് ഒരു ദീർഘകാല ഉൽപാദന ധർമ്മമാണ്. തോതനുസരിച്ചുള്ള പ്രത്യായം ഒരു ദീർഘകാല ഉൽപാദന ധർമ്മമാണ്. ദീർഘകാലയളവിൽ എല്ലാ ഉൽപാദന ഘടകങ്ങളും വിഭേദകങ്ങളായിരിക്കും. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപ് നമ്മൾ പഠിച്ച ഒരു തിയറി ഉണ്ട്. അതായത് വിഭേദക അനുപാത നിയമം എന്ന് പറഞ്ഞിട്ട് ഈ ചാപ്റ്ററിലെ മുൻപത്തെ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണണം. വിഭേദക അനുപാത നിയമം, അത് TP, AP, MP എന്നീ ഉൽപ്പന്നങ്ങൾ 3 ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഷോർട്ട് റൺ ആണ്, അല്ലെങ്കിൽ ഹ്രസ്വകാല ഉൽപാദന ധർമ്മമാണ്. നേരെ മറിച്ച് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെങ്കിൽ തോതനുസരിച്ചുള്ള പ്രത്യായം ദീർഘകാല ഉൽപാദന ധർമ്മത്തെ കാണിക്കുന്നതാണ്. ദീർഘകാലയളവിൽ ഉൽപാദകൻ അയാളുടെ എല്ലാ ഉൽപാദന ഘടകങ്ങളെയും വിഭേദകങ്ങളായിട്ടാണ് ഉപയോഗിക്കുക. വിഭേദകങ്ങൾ എന്ന് പറഞ്ഞാൽ മാറ്റമുള്ളത് അല്ലെങ്കിൽ മാറ്റാൻ കഴിയുന്നത്, അതാണ് വിഭേദകങ്ങൾ അല്ലെങ്കിൽ വേരിയബിൾ എന്ന് പറയും. എല്ലാ ഉൽപാദന ഘടകങ്ങളും ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ, അതായത് ഉൽപാദകൻ്റെ മൊത്തം ഉൽപ്പന്നം, അതായത് TP 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോവുക. അതിനെയാണ് റിട്ടേൺസ് ടു സ്കെയിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെങ്കിൽ തോതനുസരിച്ചുള്ള ആദായം അല്ലെങ്കിൽ പ്രത്യായം ഒരു ദീർഘകാല ഉൽപാദന ധർമ്മമാണ്. ദീർഘകാലയളവിൽ എല്ലാ ഉൽപാദന ഘടകങ്ങളും വിഭേദകങ്ങളാണ്. എന്താണ് ഉൽപാദന ഘടകം എന്ന് പറഞ്ഞാൽ? ഉൽപാദന ഘടകം എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ അല്ലെങ്കിൽ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഘടകങ്ങൾക്ക് പറയുന്ന പേരാണ് ഉൽപാദന ഘടകങ്ങൾ. 4 ഉൽപാദന ഘടകങ്ങളുണ്ട് എന്ന് നമ്മൾ മുൻപ് കണ്ടതാണ്. 1 ഭൂമിയാണ്, 2 തൊഴിലാളിയാണ്, 3 മൂലധനം, 4 സംഘാടനം. ഓക്കെ, ഭൂമി, തൊഴിലാളി, മൂലധനം, സംഘാടനം, ഇവയെ ഉപയോഗിച്ചാണ് നമ്മളൊരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ദീർഘകാലയളവിൽ ഈ ഉൽപാദന ഘടകങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് എല്ലാ ഉൽപാദന ഘടകങ്ങളും എന്തായിരിക്കും? വിഭേദകങ്ങളായിരിക്കും, അല്ലെങ്കിൽ മാറ്റാൻ കഴിയുന്നതായിരിക്കും. അങ്ങനെ എല്ലാ ഉൽപാദന ഘടകങ്ങളിലും മാറ്റം വരുത്തി, ഒരേ അളവിലാണ് മാറ്റം വരുത്തി ഉൽപാദനം നടത്തുന്നതെങ്കിൽ നമുക്ക് ഉൽപാദകൻ്റെ ടോട്ടൽ ഉൽപ്പന്നം അല്ലെങ്കിൽ മൊത്തം ഉൽപ്പന്നം 3 ഘട്ടത്തിലൂടെ കടന്നു പോകും. അത് 1 വർദ്ധിച്ച നിരക്കിലുള്ള ആദായം അല്ലെങ്കിൽ വർദ്ധിച്ച നിരക്കിലുള്ള പ്രത്യായം, IRS, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ് ഒന്നാമത്തേത്. IRS എന്ന് പഠിച്ചാൽ മതി ഷോർട്ടിൽ. ഓക്കെ, വളരെ ഷോർട്ടായിട്ട് IRS എന്ന് പഠിച്ചാൽ മതി. വർദ്ധിച്ച നിരക്കിലുള്ള ആദായം എന്ന് തന്നെ പഠിക്കണമെന്നില്ല, എല്ലാത്തിൻ്റെയും ഷോർട്ട് പഠിക്കുക. രണ്ടാമത്തേത് സ്ഥിര നിരക്കിലുള്ള ആദായം അല്ലെങ്കിൽ സ്ഥിര നിരക്കിലുള്ള പ്രത്യായം, അത് CRS. ഓക്കെ, മൂന്നാമത്തേത് കുറഞ്ഞ നിരക്കിലുള്ള പ്രത്യായം. കുറഞ്ഞ നിരക്കിലുള്ള പ്രത്യായം അല്ലെങ്കിൽ ആദായം ഏതാണ്? DRS, ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, വർദ്ധിക്കുക, ഇൻക്രീസ് ചെയ്യുക, IRS. രണ്ടാമത്തേത് CRS, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, അത് സ്ഥിരമായി നിൽക്കുക, അതാണ് സ്ഥിര നിരക്കിലുള്ള ആദായം അല്ലെങ്കിൽ പ്രത്യായം. മൂന്നാമത്തേത് കുറഞ്ഞ നിരക്കിലുള്ള ആദായം അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിലുള്ള പ്രത്യായം. ഓക്കെ, DRS, ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ക്ലിയർ ആയോ? അപ്പം ഇനി ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ നമുക്കൊന്ന് ഇതിനെന്ത് ചെയ്യാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം.
വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എക്സ്പ്ലനേഷൻ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ആ പോയിന്റ് മാത്രം വരെ പഠിച്ചാൽ മതി. ഇനി എന്താണ് ഈ തോതനുസരിച്ചുള്ള വർദ്ധമാന പ്രത്യായം അല്ലെങ്കിൽ വർദ്ധിച്ച നിരക്കിലുള്ള ആദായം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഇൻപുട്ടുകളും ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിക്കുമ്പോൾ, അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ വിഭേദകങ്ങൾ തന്നെയാണ്, ഉൽപാദന ഘടകങ്ങളാണ്. അതിനെല്ലാത്തിനെയും ഒരേ അളവിലാണ് നമ്മൾ വർദ്ധിപ്പിക്കുന്നതെങ്കിൽ അതിന് ആ ഇൻപുട്ടിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ആ വേരിയബിളിൽ ഉണ്ടാകുന്ന അല്ലേ, ആ വിഭേദക ഘടകങ്ങളിൽ ഉണ്ടാകുന്ന ആനുപാതിക മാറ്റത്തേക്കാൾ കൂടുതലായിട്ടുള്ള മാറ്റം ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നതാണ് IRS. അതായത് ഇൻപുട്ടിൽ, ഇങ്ങനെ പഠിച്ചാൽ മതി, ഇൻപുട്ടിൽ ഉണ്ടാകുന്ന മാറ്റത്തേക്കാൾ കൂടുതൽ മാറ്റം ഔട്ട്പുട്ടിൽ ഉണ്ടായാൽ IRS. ക്ലിയർ അല്ലേ? ഇൻപുട്ടിൽ ഉണ്ടാകുന്ന മാറ്റത്തിനേക്കാൾ കൂടുതൽ മാറ്റം ഔട്ട്പുട്ടിൽ ഉണ്ടായാൽ IRS. രണ്ടാമത്തത് CRS ആണ്. ഇൻപുട്ടിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് സമമായ മാറ്റം, അതിന് തുല്യമായിട്ടുള്ള മാറ്റം തന്നെയാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ CRS എന്ന് പറയും. ഓക്കെ, എന്താണ്? ഇൻപുട്ട് എത്ര വർദ്ധിപ്പിക്കുന്നോ, അതായത് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിവേശങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കുറേ വാക്കുകൾ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, വിഭേദകങ്ങൾ, ആ ഘടകങ്ങൾ നമ്മൾ എത്ര വർദ്ധിപ്പിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? അതേ അളവിൽ തന്നെ വർദ്ധിക്കും. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിലുണ്ടാകുന്ന വർധനവിന് സമമായ മാറ്റം ആണ്, തുല്യമായിട്ടുള്ള മാറ്റമാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ CRS എന്ന് പറയും. അതുപോലെ DRS എന്ന് പറഞ്ഞാൽ മൂന്നാമത്തത്, ഇൻപുട്ടിൽ നമ്മൾ എത്ര വർദ്ധിപ്പിച്ചോ അതിനേക്കാൾ കുറഞ്ഞ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ എന്ത് പറയും? DRS എന്നും പറയും. മനസ്സിലായോ? അപ്പോൾ ഡിമിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ ഉണ്ടാകുന്നതിനേക്കാൾ കുറഞ്ഞ മാറ്റം ഉണ്ടാവുക, അപ്പോൾ DRS. ഇൻപുട്ടിൽ ഉണ്ടാകുന്നതിന് സമമായ മാറ്റം ഔട്ട്പുട്ടിൽ ഉണ്ടാവുക, അത് CRS. ഇൻപുട്ടിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മാറ്റം ഔട്ട്പുട്ടിൽ ഉണ്ടാവുക IRS. ഓക്കെ, ഇതാണ് ഈ ഒരു തിയറി. ഇത് കഴിഞ്ഞ വർഷമൊക്കെ +2 തുല്യതയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. തോതനുസരിച്ചുള്ള പ്രത്യായം എന്നുള്ളത് ചോദിച്ചതാണ്, അതിൻ്റെ 3 ഘട്ടങ്ങൾ ചോദിച്ചതാണ്. അപ്പോൾ തോതനുസരിച്ചുള്ള പ്രത്യായം ദീർഘകാലയളവിലാണ് ഉണ്ടാവുന്നത്. ദീർഘകാലയളവിൽ എല്ലാ ഉൽപാദന ഘടകങ്ങളും വിഭേദകങ്ങളായിരിക്കും. അങ്ങനെ വിഭേദകങ്ങളാക്കിക്കൊണ്ട് ഉൽപാദനം നടത്തുമ്പോൾ ഉൽപാദകൻ്റെ മൊത്തം ഉൽപ്പന്നം 3 ഘട്ടത്തിലൂടെ കടന്നു പോകും. ഒന്ന് IRS എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വർദ്ധിപ്പിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് ഔട്ട്പുട്ട് വർദ്ധിക്കുന്നത്. രണ്ടാമത്തെ ഘട്ടം CRS, ഇൻപുട്ട് വർദ്ധിക്കുമ്പോൾ അതിന് സമമായിട്ടുള്ളൊരു വർധനവാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നതെങ്കിൽ അത് CRS. മൂന്നാമത്തേത് DRS ആണ്. DRS എന്ന് പറയുമ്പോൾ ഇൻപുട്ട് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒരു വർധനവാണ് അല്ലെങ്കിൽ മാറ്റമാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ DRS എന്നും പറയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അടുത്ത ഈ ചാപ്റ്ററിലെ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് കോസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. കോസ്റ്റ് അല്ലെങ്കിൽ ചെലവ് വക്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും എങ്ങനെയാണ് ചെലവ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് കട്ട സപ്പോർട്ട് വേണം. തീർച്ചയായിട്ടും മുഴുവനായിട്ടും വീഡിയോ എല്ലാവരും കാണും എന്നുറപ്പാണ്. അങ്ങനെ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാക്സിമം നമ്മുടെ ചാനലിനെ കുറിച്ച് അറിയാത്ത, നമ്മുടെ വീഡിയോ ഒന്നും കാണാത്ത അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്ത ആളുകളിലേക്കൊക്കെ നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൊന്ന് അമർത്തി വയ്ക്കുക. അപ്പോൾ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നേരിട്ട് ഫോണിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.